പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ജൂൺ മാസം 27-ാം തീയതി വെള്ളിയാഴ്ച, ഈശോയുടെ തിരുഹൃദയ തിരുനാൾ കൊണ്ടാടുന്ന ദിവസം. കർത്താവെ, ഈ ദിവസം അങ്ങയുടെ തിരുഹൃദയത്തെ ധ്യാനിക്കാൻ, അവിടുത്തെ ഞങ്ങളെ രാജാവും രക്ഷകനുമായി ഏറ്റുപറയാൻ, ഞങ്ങളുടെ ഹൃദയത്തിൽ, ഞങ്ങളുടെ ഭവനത്തിൽ അങ്ങയെ രാജാവായി പുനഃപ്രതിഷ്ഠിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 34-ാം വചനം ധ്യാനിക്കാം. പടയാളികളിൽ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്നും രക്തവും വെള്ളവും പുറപ്പെട്ടു. സഭയും കൂദാശകളും ഉദ്ഘാടനം ചെയ്യപ്പെടാൻ ഈശോയുടെ ഹൃദയം കുത്തി തുറക്കപ്പെടണമായിരുന്നു എന്ന് നമുക്കിന്ന് ധ്യാനിക്കാം. ഒരു പടയാളി അതിന് നിമിത്തമായെന്ന് മാത്രം. അവൻ്റെ കുത്ത് നമുക്ക് വാതിലായി മാറി. പാപികൾക്കും ബലഹീനർക്കും തിരുഹൃദയത്തിലേക്ക് കയറാനുള്ള വാതിൽ. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കിട്ടുന്ന കുത്തുകൾ നമ്മെ ഒരുപാട് വേദനിപ്പിക്കാറുണ്ട്. പക്ഷേ ഒടുവിൽ അതെല്ലാം നമ്മുടെ നന്മയ്ക്കും വളർച്ചയ്ക്കുമായി പരിണമിക്കുന്നതും നാം അനുഭവിച്ചറിയാറുണ്ടല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ ഹൃദയം പോലെ സ്നേഹവും കരുണയും നിറഞ്ഞ ഒരു ഹൃദയം ഞങ്ങൾക്കും അങ്ങ് നൽകണമേ. എല്ലാവർക്കും നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ മംഗളങ്ങൾ നേരുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.